ടോക്സിക് സിനിമയെ ചൊല്ലി വിവാദം രൂക്ഷമാണ്. ഇന്നലെ സംവിധായക ഗീതു മോഹൻദാസിനെതിരെ വിനായകൻ പോസ്റ്റിട്ടതിന് പിന്നാലെ ഇന്ന് സംവിധായകരായ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും രംഗത്ത് വന്നു. കസബ സിനിമ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്നായിരുന്നു രൂപേഷിന്റെ ചോദ്യം. കസബയുടെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ നിതിൻ രഞ്ജി പണിക്കർ പ്രതികരിച്ചത്. മമ്മൂട്ടിയുടെ കഥാപാത്രം സിനിമയിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന ഒരു ചിത്രമാണ് നിതിൻ പങ്കുവെച്ചത്. MS ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഹരി, ചിത്രത്തെ പറ്റി ഒരുപാട് മോശം റിവ്യൂ വരുന്നു. ഒപ്പം തന്നെ ഈ വിവാദങ്ങൾ കൊടുമ്പിരികൊള്ളുന്നുണ്ട്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? എൽദോ, കഴിഞ്ഞ ദിവസമാണ് ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ചെയ്ത പാടെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ കുമിഞ്ഞുകൂടുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യം വിനായകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ദി അൾട്ടിമേറ്റ് ഫിലിം മേക്കർ ഫ്രം WCC എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഗീതു മോഹൻദാസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിനായകൻ ആദ്യം പോസ്റ്റിന് തിരികൊളുത്തുന്നത്. പിന്നാലെയാണ് രൂപേഷ് പീതാംബരൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കസബ എന്ന സിനിമ ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ തങ്ങളുടെ ചിത്രമായ ടോക്സിക് ആണോ തനിക്ക് ടോക്സിക് ആയി തോന്നുന്നതെന്ന് ഗീതു മോഹൻദാസിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു രൂപേഷ് ചോദ്യം. എല്ലാ കണ്ണുകളും കസബയുടെ സംവിധായകനായ നിതിൻ രഞ്ജി പണിക്കർ മേലായിരുന്നു. കാരണം ഇതിനു മുന്നേ ടോക്സിക്കുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വീഡിയോകളിൽ ഇതുപോലൊരു ഒബ്സീൻ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ നിതിൻ രഞ്ജി പണിക്കർ ഗീതു മോഹൻദാസിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴാ നിതിൻ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. കസബ എന്ന ചിത്രത്തിൽ രാജൻ സക്കറിയ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരുന്നത്. അതിലെ ഒരു ചിത്രം പങ്കുവച്ചു. അതിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന രാജൻ സക്കറിയുടെ ചിത്രം ആണ് നിതിൻ രഞ്ജി പണിക്കർ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കൂടുതൽ വിവാദങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഗീതു മോഹൻദാസിനെതിരെ ശക്തമായ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. വയലൻസും സെക്സും നിറഞ്ഞ ഒരു സിനിമ മാത്രമായിട്ട് ടോക്സിക് മാറുന്നു എന്നതും മറ്റു പല ഘടകങ്ങളിലേക്കും ഇതിന്റെ സ്റ്റോറി ലൈനുമായി ബന്ധപ്പെട്ട് ഒന്നും പോകുന്നില്ല. യാഷിന്റെ 4.5 വർഷത്തെ സിനിമാ ജീവിതം ടോക്സിക്കുമായി ബന്ധപ്പെട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു തുടങ്ങി നിരവധി വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ 2017 സംഭവിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കസബ എന്ന സിനിമയ്ക്കെതിരെ സെയ്റ്റ് എന്ന് ഗീതു മോഹൻദാസ് പാർവതിയോട് പറഞ്ഞ വാചകങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്ന കാഴ്ച. അതുകൊണ്ടാണ് ഗീതു മോഹൻദാസ് ഇപ്പോൾ ഫെമിനിസത്തിന് ഒപ്പം തന്നെ നിൽക്കുന്ന ഗീതു മോഹൻദാസ് എന്തുകൊണ്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു സിനിമ തന്നെ സൃഷ്ടിച്ചു എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. അതോടൊപ്പം തന്നെയാണ് കസബ സിനിമയ്ക്കെതിരെ അന്ന് സംസാരിച്ചത് എന്തുകൊണ്ട് ടോക്സിക്കിൽ തങ്ങൾ ചെയ്യുന്ന സിനിമയിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പാലിക്കുന്നില്ല, എന്തുകൊണ്ട് അതിനേക്കാൾ വലിയ രീതിയിലേക്ക് ഈ ചിത്രത്തിൽ ഉൾപ്പെടെ വിവാദങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും കൂടിയാണ് സിനിമാ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം. ഇപ്പോഴും WCC മൗനമാണ്. ഒരു തരത്തിലും WCC അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഗീതു മോഹൻദാസിനെ പോലെ ഒരു വ്യക്തി WCCയിലെ ആക്റ്റീവ് മെമ്പർ എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് സിനിമാ മേഖലയിൽ നിന്ന് രൂപേഷ് പീതാംബരനും കസബയുടെ സംവിധായകൻ തന്നെയാണ് നിതിൻ രഞ്ജി പണിക്കർ നിതിൻ്റെ പോസ്റ്റും കസബയുടെ നിർമ്മാതാവായ ജോബി ജോർജ് നേരത്തെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റസിലൂടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും ഒരു മറുപടി പറഞ്ഞിരുന്നു. ഇതുപോലെ വിനായകന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. ഇതുപോലെ ഗീതുവിന്റെ സിനിമയായ ടോക്സിക്കിനെതിരെ ഇതുപോലുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തമാവുന്ന കാഴ്ച. നിതിന്റെ പോസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്യും. റൈറ്റ്, ടോക്സിക്കിൽ വലിയ വിവാദമാണ് തിരിയുന്നത്. ഇനി എന്താണ് പ്രതികരണം എന്നൊക്കെ കാത്തിരിക്കാം. WCCയുടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം.